പറഞ്ഞോളിട്ടോ കണ്ടമാനം സാധനമിട്ടോ പറഞ്ഞോളി അതെന്താ കൊറേ നമ്മൾ പിടിച്ചു പോയതാണ് കൊറേ പിടിച്ചു പോയതോട്ടെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ മുറ്റത്തൊരു മീൻതോട്ടം എന്നൊരു പദ്ധതി നമുക്ക് ഉണ്ടാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എൻ്റെ വാർഡിലെ ഓട്ടൂർ അബുവാക്ക ആ ഒരു പദ്ധതി ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അത് മീൻ പിടിക്കുന്നൊരു ദിവസമാണെന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഷറീസ് വകുപ്പ് പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് മുറ്റത്ത് ഒരു മീൻതോട്ടം. ഇത് ശരിക്കും പലർക്കും നമ്മുടെ ഗ്രാമസഭകളിലൊക്കെ ഈ ഫോം വിതരണവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. വരും ദിവസങ്ങളിൽ ഇത്തരം ഗ്രാമസഭകൾ ചേരുമ്പോൾ ഇതുമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ഫോമുകൾ കരസ്ഥമാക്കുകയാണെങ്കിൽ പരമാവധി വേണ്ട ചെലവും മീൻ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഫിഷറീസ് വകുപ്പ് നൽകുന്ന സാഹചര്യം നിലവിലുണ്ട്. അത് പരമാവധി ഈ ഒരു പദ്ധതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുറ്റത്ത് ഒരു മീൻതോട്ടം, പദ്ധതിയുടെ പേര് തന്നെ മുറ്റത്ത് ഒരു മീൻതോട്ടം എന്നാണ്. അപ്പൊ അത് മനസ്സ് വെച്ചാൽ ഓരോ വീടിന്റെ മുറ്റത്തും നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഫിഷറീസ് വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് തയ്യാറുള്ള ആളുകളൊക്കെ വരും ദിവസങ്ങളിൽ ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികളിൽ അംഗങ്ങളാകണം. ഫിഷറീസ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അത് തന്നെയാണ്. കാരണം മുറ്റത്തൊരു മീൻതോട്ടം എന്ന് പറഞ്ഞ ആ പദ്ധതിയിലൂടെ നല്ല വിഷരഹിതമായ മത്സ്യങ്ങൾ വീടുകളിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അപ്പൊ അതിന്റെ പ്രയോജനം പരമാവധി ഈ ഒരു ചടങ്ങിനെ അപ്പോൾ അത് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അടുത്ത ഗ്രാമസഭകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഫോം കരസ്ഥമാക്കി ഈ പദ്ധതി എല്ലാ വീട് മുറ്റത്തും ആരംഭിക്കണം. അതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും. ഫിഷറീസ് വകുപ്പും പഞ്ചായത്തുമാണ് ഇതിന് ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അത് തുടർന്നും ഈ പദ്ധതി ഉണ്ടാവും. എല്ലാവരും ഇതിനുമായി സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടു. അപ്പൊ ലത്തീഫാക്കിയും പറഞ്ഞു, അസീല മെമ്പറും പറഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ നിർമ്മാതാവ് ആരാന്ന് അറിയണ്ട. അപ്പൊ ഇതിന്റെ വിവരങ്ങള്, കർഷകൻ അതന്നെ. അപ്പൊ ഇതിന്റെ കാര്യങ്ങള് നമുക്ക് എത്ര ഇട്ടിട്ട് എത്രയായി? ഒരു 9 മാസമായി. 9 മാസം. എത്ര ഇട്ടിന്? അത് 250 എണ്ണം. 250 എണ്ണം. അപ്പൊ ഇതില് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് തോന്നിയത്? ഇങ്ങനെ ഇവിടെ ചെയ്യാന്ന്, ഇങ്ങനെ അല്ലെങ്കിൽ പെരന്റെ മുറ്റത്ത് അല്ലെങ്കിൽ വടക്കിന് ഭാഗത്ത് ഇങ്ങനെ ചെയ്യാന്ന് തോന്നിയത് എങ്ങനെയൊക്കെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നത്? നമുക്ക് ഒന്നാമത് താല്പര്യം, കൃഷിയോടുള്ള താല്പര്യം. പിന്നെ എന്താ വെച്ചാല് കാലാവസ്ഥ ക്ലിയറായി. പിന്നെ മെമ്പറും പ്രസിഡന്റും അതിന് നമുക്ക് സഹകരണം ചെയ്തു തന്നു. സബ്സിഡി കിട്ടി. കുറച്ച് നമ്മൾ അധ്വാനിച്ചു. എന്നാലും അടുത്ത ഗഡുവിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ശരിയാവും. ചെറിയ ബുദ്ധിമുട്ട് കുറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ എന്നാലും കുഴപ്പമില്ല. കുറച്ച് മഴക്ക് പോയി വല ആട്ടീനപ്പോ അവിടെ നിന്നു പോയില്ലേ? മഴക്ക് പോയില്ലേ? അത് സംഭവം ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് വന്നോ? കുറച്ചാൾ വന്നു, ഇനി കുറച്ചാൾ വരാണ്ട്. ഓക്കെ. ഏതായാലും കണ്ടെങ്കിൽ ഒരു മാതൃകയായ ഒരു പ്രവർത്തനം, ഒരു സംഭവമാണ് പഞ്ചായത്തിന് കിട്ടിയിട്ട്. അതിപ്പോ നോക്കി നടത്തേണ്ട ഒരു ബുദ്ധിമുട്ട് ഇവർ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മളെ ഈ മഴ പെയ്യുമ്പോഴൊക്കെ അതിനെ ശരിക്കും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അതിനൊക്കെ ശരിക്കും തടയാണെങ്കിൽ തന്നെ നല്ലൊരു പരിപാടിയാണ്, സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഏതായാലും അബുക്കാനെ ശരിക്കും വിളിച്ചാൽ അബു തന്നെയാണ് അല്ലേ? ഉൽപ്പം പറഞ്ഞ് ഓട്ടൂര് അബുക്ക. അപ്പോൾ പുളിങ്കടവിലാണ്. അപ്പോൾ ഇതിന്റെ ചെറിയൊരു ചടങ്ങാണ്. ഇത് സംബന്ധിച്ച വലിയൊരു പരിപാടി ഒന്നല്ല. പക്ഷെ ഇതിങ്ങനെ ഒരു കർഷകൻ ഇതിന് മെനക്കെട്ട് ഇതിന് ഉണ്ടാക്കിയിട്ട് അതൊന്ന് പ്രോത്സാഹിപ്പിക്കണം നമ്മുടെയൊക്കെ ഒരു കടമയാണ്, ബാധ്യതയാണ്. അപ്പോൾ അത് മറ്റുള്ളവരോടെയും ഇത് കാണണം. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അല്ല അബുക്ക, ഇതിലിപ്പോൾ നമുക്കൊരു കാര്യം അറിയണം. നിങ്ങൾ എന്ത് കോഴി വേസ്റ്റ് എന്താണ് ഇത് ഇട്ട് കൊടുത്തത്? മനുഷ്യന്മാരത് തീറ്റ നല്ല ഒറിജിനൽ തീറ്റയാണ്. തീറ്റ? ആ സാധനം ഇവിടെ ഉണ്ടോ? ആ സാധനം ഇവിടെ ഉണ്ട്. ഇന്നൊന്ന് കാണിച്ചു തന്നെ ഏതാണ് തീറ്റ? അങ്ങനെ സംഭവം ഉണ്ടോ? ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു മതി. അതുകൊണ്ട് തന്നെ ഇതൊരു തിന്നാനും നല്ല രസം ഉണ്ടാവും. അതുകൊണ്ട് വളർച്ചയുണ്ടാവും. തീറ്റ ലോക്കൽ തീറ്റ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. തീറ്റ തന്നെ വേണം. കാരണം എന്താ വെച്ചാല് ആളുകൾ ചിലവര് മീൻ പിടിച്ചു ഒരു വേഷന്റെ വാസന എന്ന് പറയുന്നത് പൊരിക്കുമ്പോ അപ്പൊ തിന്നാൻ രസം ഉണ്ടാവും. അതെ, രസം ഉണ്ടാവും. അല്ല, നല്ലതൊരു മാതൃകയായ പ്രവർത്തനം ചെയ്തല്ലോ.
ഇതെന്നല്ല ഏതൊരു സംഗതിയും ചെയ്യാനും നല്ല ഭംഗിയോടുകൂടി ചെയ്യുന്ന ആളാണ്. ആണല്ലേ? ഒരു കർഷകനാണ്. മൊത്തത്തിൽ ഒരു കർഷകനാ? മൊത്തം കർഷകൻ ചെറുപ്പം പോലെ തന്നെ വായ പൂള അത് ഇത് മീൻ ആടി പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ പരിപാടിയിലും ഇങ്ങനെ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പൊ അവനെ പറ്റി എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. അത് ഞാൻ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനിത് കണ്ടപ്പോൾ തീറ്റ അല്ല ആൾക്കാർ കാണട്ടതേ. ആയിക്കോട്ടെ.